ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബ്. ഇന്ന് നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഷാർജയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 2 പേര് അബുദാബിയിൽ നിന്നാണ്, 2 പേര് ഷാർജയിലാണ്. അപ്പോൾ കസിൻ സിസ്റ്ററാണ്, അവളെ ബ്രദേഴ്സാണ് കേട്ടോ അവളെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടെ റാസൽ ഖൈമയിൽ ആരോ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവർ റാസൽ ഖൈമയിൽ അവർക്ക് കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കൂടെ അഫിയും കൂടി വന്നതാണ്. അഫി പറഞ്ഞാൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മരുമകളാണ് കേട്ടോ. അപ്പോൾ മാനു വന്നിട്ടില്ല, അവനക്ക് ഷോപ്പിൽ നിന്ന് ലീവ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് അഫിൻ്റെ മൂത്താപ്പാര മക്കളാണ് കേട്ടോ, അത് രണ്ടും. ഇത് അഫിൻ്റെ ബ്രദർ. അങ്ങനെ ഇവർ 3 പേരാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവരൊക്കെ വന്ന് നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഇക്ക റൂമിലുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇവരിവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അവരെ കാത്തിരിക്കല്ല, അവർ എത്തിയിട്ട് തന്നെയാണ് വിളിച്ചത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷം നമ്മളിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഷോപ്പിലുള്ള അംസനെയും കൂടി നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് അങ്ങനെ അവനെ വിളിച്ചിട്ടാണ് അങ്ങനെ പോയത്. അംസനെ കുറേ പേർക്ക് അറിയുണ്ടാവുമല്ലോ അല്ലേ, വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും, നമ്മളെ കസിനാണ്, ഷോപ്പിലുള്ളതാണ്. അപ്പോൾ നമ്മൾ കാബൂളിലാണ് എത്തിയിട്ടുള്ളത്. ഞാൻ കുറച്ച് മുന്നേ ഇവിടുത്തെ ഒരു മന്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാബൂളിൽ നിന്ന് വാങ്ങിയ മന്തിൻ്റെ. അപ്പോൾ കാബൂളിൽ പോകാമെന്നുണ്ട്. ഇതാണ് നമ്മളെ ഷോപ്പിൻ്റെ അടുത്താണ്, റൂമിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കാബൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മട്ടൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ചെന്നിരുന്ന ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേന് തന്നെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവരവിടെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അംസട്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളെ ഷോപ്പിലുള്ള അവന്. പിന്നെ ഇത് അഫിൻ്റെ ഒരു ബ്രദർ, പിന്നെ മറ്റ് 2 ബ്രദർ വേറെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ നേരത്തെ അല്ലേ. ഇപ്പോൾ ഇതാ ഫുഡൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന്, ഫസ്റ്റ് തന്നെ സലാഡും സൂപ്പുമാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിതാ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾക്ക് ബോറടിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങളിതാ സൂപ്പൊക്കെ കഴിക്കണം. അപ്പോൾ അതിൽ കുരുമുളക് ഉപ്പൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ അവിടെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യക്കാർക്ക് അങ്ങനെ കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുക. കുരുമുളകൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സൂപ്പൊക്കെ കഴിക്കുകയാണ്. ഫസ്റ്റ് ഫുഡ് എത്തുന്ന മുന്നേ സൂപ്പൊക്കെ കഴിക്കുകയാണ്. അപ്പോഴേക്കും ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മട്ടൻ ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണി അല്ല, മട്ടൻ മന്തിയാണ് ഓരോന്ന് കൊണ്ടുവന്ന് വെക്കണ്. അപ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ ഇക്ക ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ വരുന്ന മുന്നേ അവരിവിടെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് വിളമ്പുമ്പോഴാണ് ഇവർ വിളിച്ചത്. അപ്പോൾ പിന്നെ ഇക്ക വേഗം ഫുഡ് എന്നാൽ ഞാൻ വേഗം കഴിക്കട്ടെ. ഇക്ക ഞങ്ങൾ 12:30 തന്നെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ 12:30 തന്നെ കഴിക്കും, ലഞ്ച് നേരത്തെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ജീരകം അവിടുത്തെ പാത്രത്തിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരത് എടുക്കേണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അത് ജീരകമൊക്കെ കിട്ടി. ജീരകം നമ്മൾ എന്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും എന്തെങ്കിലും ചെറിയൊരു മധുരം വേണമല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ അവിടെ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്ത്, ഇനി നമ്മൾ എന്നാൽ ബീച്ചിലും കൂടി പോകാമെന്ന് ഇക്കയും അവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളടുത്ത് തന്നെയാണ് ബീച്ച്, നടന്ന് പോകാൻ മാത്രമുള്ള ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ അഫിൻ്റെ മറ്റ് 2 ബ്രദേഴ്സ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും വിളിച്ച് അവരോട് പറഞ്ഞ് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോവുകയാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ കുറേ ദൂരെ എത്തിക്കുന്നുണ്ടാ. അപ്പം ഞാനും അഫി ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ സാവധാനം നടന്നു പോവുകയാണ്. അപ്പോൾ അവരപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ എത്തണ മുന്നേ അവർ ബീച്ചിലെത്തി ചിലപ്പോൾ തിരിച്ച് വരുന്നുണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളും അവിടെ ബീച്ചിലെത്തി. അവിടെ കുറച്ച് നേരം നിന്ന്, നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പും. ബീച്ചിലെത്തിയപ്പോൾ പിന്നെ പറയണ്ട, നല്ല തണുപ്പും നല്ല കാറ്റുമായിട്ടും നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ വെയിലൊന്നും അങ്ങോട്ട് ഏൽക്കണില്ല, വെയിലിനൊന്നും ഒരു ചൂടും ഇല്ല, അത്രയ്ക്ക് തണുപ്പും കാറ്റുമായിരുന്നു ബീച്ചിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ബീച്ചിലൊക്കെ നിന്ന് അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ആ തണുപ്പും ചൂടൊക്കെ കൊണ്ടിട്ട് തന്നെ ബീച്ചിലൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ബീച്ചുണ്ട് കേട്ടോ. പക്ഷേ ബീച്ചിൽ പോയാലും ഞാൻ ആ വെള്ളത്തിൽ തീരെ തൊടൂല, എനിക്ക് ഭയങ്കര ഒരു മടിയാണ്. പിന്നെ ആ കാല് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര രസമാണല്ലോ. പക്ഷെ എനിക്ക് ഈ ടൈമിൽ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്കിൻ്റെ അടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.
പിന്നെ ഇപ്പോൾ ഇതാ ഇനി ഇതിൽ ലാസ്റ്റ് നല്ലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇന്നിതാ പിന്നെ ഇവിടെ ഇതിലുള്ള അഫിൻ്റെ ഒരു ബ്രദറ് മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു പ്രവാസീൻ്റെ ഒരു എന്താ മോളെ ബർത്ത്ഡേൻ്റെ ഒരു കേക്ക് കട്ടിങ്ങും കൂടി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്കൊന്ന് കാണാം. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല കാറ്റാണ് കേട്ടോ ബീച്ചിൽ. പൊതുവേ ബീച്ചിൽ കാറ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നല്ല കാറ്റ്. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ ഷാളൊക്കെ ഇങ്ങനെ പാറി പോകുന്നുണ്ടായിരുന്നു. അത്രയും നല്ല കാറ്റാണ്, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇവർ വന്നപ്പോൾ നമ്മൾക്കും നല്ല സന്തോഷമായിട്ടോ. കാരണം നമ്മളെ നാട്ടിലുള്ളവർ, നമ്മളെ ബന്ധുക്കളൊക്കെ നമ്മളെ അടുത്തേക്ക് വരിക, പിന്നെ അവരെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലേ, അതൊക്കെ ഒരു രസം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇവർ വന്നത് ഇപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ അഫി എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര രസമാണ് കേട്ടോ, സംസാരിച്ച് കൊണ്ടേയിരിക്കും, ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ നിന്നൊക്കെ വന്ന് ഇതാ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടാ, വീടിൻ്റെ അടുത്തെത്തി. വീട്ടിൽ വന്നിതാ ഓരോ കട്ടൻ ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ സമക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സമക്കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഇതാ അവളെ വാപ്പിച്ച് ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് മോളെ കേക്ക് കട്ടിങ് കാണുന്നത്. മാഷാ അല്ലാഹ്, എന്താ സമക്കുട്ടി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ ഫുഡൊക്കെ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ വാപ്പിച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ കേക്ക്. അവൾ ഫോണിൽ ഇങ്ങനെ കൊടുക്കുന്നതാ. അപ്പോൾ അഫി പറയുന്നുണ്ടായിരുന്നു കേക്ക് ഞങ്ങൾക്ക് തായോന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയണം. അപ്പോൾ അഫി സമക്കുട്ടിനോട് പറയുന്നുണ്ടായിരുന്നു ഈ സെലിബ്രിറ്റി ആകൂട്ടാ, വൈറലാകും, യൂട്യൂബിൽ വരും വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരും ഇവിടെ ഫോൺ ചെയ്തിട്ട് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അവളെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡ് എന്തൊക്കെയായിരുന്നൊക്കെ അഫി ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ സമക്കുട്ടിൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെയും കൂടി കുടുംബക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ അവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. പിന്നെ കേക്ക് അവർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, അങ്ങനെ എന്തോ തോന്നുന്നു, അങ്ങനെ എന്തോ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്, കേക്ക് അവരുണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ സമക്കുട്ടിൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട് അവിടെ, വല്യമ്മ ഉമ്മമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കും കൂടി അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അവർ അതാ മന്തിയും പിന്നെന്താ ഫ്രൂട്ട് സലാഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ ഇവരെ മോളാണ് സമ കേട്ടോ. പിന്നെ എന്താണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. ഒരിക്കൽ കൂടി പറയണം, ഇപ്പോൾ ഇതാ ഫ്രൂട്ട് സലാഡ് ഇതാണ് കേട്ടോ. പിന്നെ മന്തിയൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. ഇഷ്ടമായ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരാം. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി. പുതിയ ഫ്രണ്ട്സുകളായാലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.